കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടായ ഗുരുതരമായ വീഴ്ചകൾ, ആ വീഴ്ചകളുടെ പരമ്പര എങ്ങനെയാണ് നമുക്ക് പരിശോധിക്കാം. ജയിലിൽ നിന്ന് എങ്ങനെയാണ് ഗോവിന്ദച്ചാമിക്ക് ചാടുന്നതിന് വേണ്ടിയുള്ള അവസരം ഒരുങ്ങിയത്, കമ്പി മുറിക്കുന്നത് എങ്ങനെയാണ്, അതിനുള്ള ബ്ലേഡ് എവിടെ നിന്നാണ് ലഭിച്ചത് എന്ന ഗൗരവമുള്ള ചോദ്യമുണ്ട്. ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെയോ സഹ തടവുകാരുടെയോ ഭാഗത്തു നിന്നുള്ള അനുകൂലമായ സമീപനം ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നത് അറിയില്ല. ഇനി ജയിലിൽ സന്ദർശിച്ച ആരെങ്കിലും അത്തരത്തിൽ ബ്ലേഡ് നൽകിയോ എന്നറിയില്ല. അതല്ല, അവിടെ മറ്റാവശ്യങ്ങൾക്ക് അടുക്കളയിൽ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന എന്തെങ്കിലും വസ്തു ഉപയോഗിച്ചാണോ ഇത് മുറിച്ചു മാറ്റിയത് എന്നറിയില്ല. 1:10 ജയിൽ ചാടിയിട്ടും സുരക്ഷാ ജീവനക്കാർ അറിഞ്ഞില്ല എന്നതാണ് അന്വേഷണത്തിന്റെ ഭാഗമായി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ സമയത്ത് അവിടെ പട്രോളിംഗ് ഉണ്ടാകാതെ പോയത് എന്ന ചോദ്യം വളരെ പ്രധാനമാണ്. സാധാരണ രാത്രിയിലും സെല്ലുകൾക്ക് മുന്നിൽ പരിശോധന വേണം എന്നതാണ് ജയിൽ ചട്ടങ്ങളുടെ ഭാഗമായും നിർദ്ദേശങ്ങളുടെ ഭാഗമായും ഉള്ളത്. പക്ഷേ എന്തുകൊണ്ട് പട്രോളിംഗ് നടത്തിയില്ല എന്ന ചോദ്യമുണ്ട്. ഈ മതിലിലേക്ക് കയറാൻ പാകത്തിൽ എങ്ങനെയാണ് അവിടെ ഡ്രമ്മുകൾ ലഭിച്ചത്? ഈ മതിലിന്റെ ഉയരം മറികടക്കാൻ ഒരു കൈ മാത്രം ഉണ്ടായിട്ടും മതിലിന്റെ ഉയരം മറികടക്കാൻ എങ്ങനെ ഗോവിന്ദച്ചാമിക്ക് കഴിഞ്ഞു എന്ന ചോദ്യത്തിന് ഇനി മറുപടി ഉണ്ടാകേണ്ടതുണ്ട്. മാസങ്ങളായി ചപ്പാത്തി മാത്രം കഴിച്ച് ശരീരം ക്ഷീണിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതിൽ ആർക്കും അസ്വാഭാവികത തോന്നിയില്ലേ എന്ന സംശയത്തിന് ഈ അന്വേഷണത്തിന്റെ ഭാഗമായി മറുപടി ലഭിക്കേണ്ടതുണ്ട്. ഈ ഇരുമ്പഴികൾ ദ്രവിപ്പിക്കാൻ ഉപ്പ് ശേഖരിച്ചത് ആരും അറിഞ്ഞില്ലേ? ഇങ്ങനെ ഉപ്പ് ശേഖരിച്ചു വയ്ക്കുന്നത് ആരും അറിഞ്ഞില്ലേ? സെല്ലിൽ ഒരു പരിശോധന പോലും നടത്താറില്ലേ എന്ന ചോദ്യത്തിന് മറുപടി വേണം. കൂട്ടിക്കെട്ടാൻ ഭാഗത്തിൽ തുണികൾ എങ്ങനെ കിട്ടി? ഇത്ര തുണി ശേഖരിച്ചിട്ടും അത് സെല്ലിൽ കൊണ്ടുവച്ചിട്ടും അത് എന്തുകൊണ്ടാണ് ആരും അറിയാതെ പോയത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം അവിടെ ഉദ്യോഗസ്ഥർ ആരും ഈ പരിശോധനയ്ക്ക് എത്തിയിരുന്നില്ല എന്നത് വ്യക്തമാക്കുന്നുണ്ട്. വൈദ്യുതി വേലിയിൽ വൈദ്യുതി പ്രശ്നം ഇല്ല എന്നത് എങ്ങനെയാണ് ഗോവിന്ദച്ചാമിക്ക് മനസ്സിലായത് എന്ന ചോദ്യമുണ്ട്. ഇപ്പോൾ ജയിൽ ഉദ്യോഗസ്ഥർക്ക് അറിയാമായിരിക്കും വൈദ്യുതി വേലിയിൽ വൈദ്യുതി പ്രശ്നമില്ല, കഴിഞ്ഞ കുറച്ചു കാലമായി അത് പ്രവർത്തിക്കുന്നില്ല എന്നത്. പക്ഷേ അത് എങ്ങനെ ഗോവിന്ദച്ചാമിക്ക് മനസ്സിലായി എന്ന വലിയ ചോദ്യത്തിനും ഈ അന്വേഷണത്തിന്റെ ഭാഗമായി നമുക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ആർ അനന്തകൃഷ്ണനിലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ആർ അനന്തകൃഷ്ണനുണ്ട്. അനന്തൻ, ഇത്തരം നിരവധി ഗൗരവമുള്ള ചോദ്യങ്ങൾക്ക് പൊതുസമൂഹത്തിന് മുന്നിലും ഒപ്പം സർക്കാരിന് മുന്നിലും ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ കൃത്യമായ മറുപടി നൽകേണ്ടി വരും. ഈ അന്വേഷണവുമായി സഹകരിക്കേണ്ടി വരുന്ന അവിടെ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരും മറുപടി പറയേണ്ടി വരും. ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം എപ്പോൾ ലഭിക്കും? എത്ര വേഗതയിലാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്? രതീഷ്, സംസ്ഥാനത്ത് ജയിൽ ചാടി രക്ഷപ്പെടുന്നത് തടവുകാർ ആദ്യത്തെ സംഭവമല്ല. പക്ഷേ കേരളം ഭയക്കുന്ന വെറുക്കുന്ന ഒരു കുറ്റവാളി അതാണ് ഗോവിന്ദച്ചാമി. അതുകൊണ്ട് തന്നെയാണ് ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം ഇത്രത്തോളം ചർച്ചയാവുന്നതും. മാത്രമല്ല, ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തോടുകൂടി ഒരു കാര്യം കൂടി വെളിപ്പെടുകയാണ്. സംസ്ഥാനത്തെ ജയിലുകളൊന്നും സുരക്ഷിതമല്ല, അവിടുത്തെ കാര്യങ്ങളൊക്കെ വളരെ അപാകമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം കൂടി വെളിപ്പെടുകയാണ്. ഇതിൽ ഒരു ഏറ്റവും പ്രധാനപ്പം രതീഷ് കുറച്ച് പോയിന്റുകൾ ചൂണ്ടിക്കാണിച്ചു. അതിലേറ്റവും പ്രശ്നമായിട്ടുള്ളത് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത് ഈ ജയിൽ ചാട്ടം നടന്ന രാത്രിയിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന 4 ഉദ്യോഗസ്ഥർക്കെതിരെയാണ്. പക്ഷേ അന്ന് രാത്രിയിൽ പെട്ടെന്ന് ഗോവിന്ദച്ചാമി ജയിൽ ബ്രേക്ക് ചെയ്ത് രക്ഷപ്പെട്ടു പോവുകയല്ല. കഴിഞ്ഞ 6-7 മാസമായുള്ള മുന്നൊരുക്കങ്ങൾ അയാൾ പല രീതിയിൽ ആ ജയിലിൽ നടത്തിയിരുന്നു. അയാളുടെ ശരീരപ്രകൃതമാകെ ചേഞ്ച് ആയിരുന്നു. അതിനൊപ്പം തന്നെ ജയിലിലെ അഴികൾ മുറിച്ചു തുടങ്ങിയിരുന്നു. ജയിലിൽ ചാടുമ്പോൾ രക്ഷപ്പെടാനുള്ള സന്നാഹങ്ങൾ, ബിസ്ക്കറ്റിന്റെ കവറടക്കം തുണികളടക്കം ശേഖരിച്ച് വെക്കുകയും ചെയ്തിരുന്നു. ഒരു സെല്ലിൽ, അതീവ സുരക്ഷാ സെല്ലിൽ മാത്രമല്ല, ഈ വാച്ച് ടവറിൽ നിന്ന് 50 മീറ്റർ മാത്രം ദൂരെയുള്ള ഈ 10ാം നമ്പർ ബ്ലോക്കിൽ അതിനകത്ത് ഒരു സെല്ലിൽ ഇത്തരം ഒരു മുന്നൊരുക്കങ്ങൾ ഒരു തടവ് പുള്ളി നടത്തിയിട്ട് അത് അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ആ കാലം അത്രയും ജോലി ചെയ്ത ഉദ്യോഗസ്ഥർ മുഴുവൻ പ്രതിക്കൂട്ടിലാകുന്ന സ്ഥിതിയാണ്. ഇപ്പോൾ ഉത്തരമേഖല ജയിൽ DIG അന്വേഷണം നടത്തുകയാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്നലെ വൈകുന്നേരത്തോടെ അദ്ദേഹം മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മൊഴി രേഖപ്പെടുത്തിയത് പോലും ആ രാത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ മാത്രമാണ്. ഇയാൾക്കൊപ്പം തടവിൽ ഉണ്ടായിരുന്ന മറ്റൊരു തടവ് പുള്ളിയുടെയും മൊഴികൾ മാത്രമാണ്. അതുകൊണ്ട് ആ അന്വേഷണം സമ്പൂർണ്ണമാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഏതായാലും ഇതുവരെ സംസ്ഥാന ജയിൽ മേധാവിക്ക് ഈ റിപ്പോർട്ട് നൽകിയിട്ടില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സഹതടവുകാരൻ്റെ സഹായം കൂടി ലഭിച്ചോ എന്നുള്ളൊരു സംശയം കൂടി നേരത്തെ ഉണ്ടായിരുന്നു. അതിന് ജയിലുദ്യോഗസ്ഥർ നൽകുന്ന മറുപടി, ഈ സഹതടവുകാരൻ ഒരു മാനസികാരോഗ്യ പ്രശ്നമുള്ള ആളാണ്. അയാൾ മാനസികാരോഗ്യത്തിനുള്ള മരുന്ന് എല്ലാ ദിവസവും രാത്രി കഴിക്കുന്നുണ്ട്. ആ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഇയാൾ അബോധാവസ്ഥയിലാകും, നല്ല ഗാഠമായ ഉറക്കത്തിലായി പോകും. പിന്നെ എന്ത് ശബ്ദമുണ്ടായാലും അയാൾ ഉണരില്ല. അതുകൊണ്ട് ഈ കാലം അത്രയും രാത്രിയിൽ കുത്തിയിരുന്ന് ഗോവിന്ദച്ചാമി ജയിലഴികൾ അറക്കുന്നത് ഇയാൾ കേട്ടിരിക്കാൻ സാധ്യതയില്ല എന്നുള്ള അയാളുടെ മൊഴി ശരിവെക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ജയിൽ മേധാവിക്ക് നൽകാൻ പോകുന്ന ഈ റിപ്പോർട്ട് എത്രത്തോളം സമഗ്രമാകും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അത് ആ രാത്രിയിലത്തെ മാത്രം വീഴ്ച മാത്രം ചൂണ്ടിക്കാട്ടുന്ന ഒരു റിപ്പോർട്ട് മാത്രമാകും. അതിനൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് അനന്തൻ ചൂണ്ടിക്കാണിച്ചത്. ആ രാത്രിയിൽ സംഭവിച്ചത് എന്ത്
എന്നതിലേക്ക് പരിമിതപ്പെട്ടു പോകുമോ, ചുരുങ്ങിപ്പോകുമോ? അതിനുള്ള സാധ്യതയില്ലേ ഈ അന്വേഷണത്തിന്? അങ്ങനെ ഒരു പരിമിതിയില്ലേ? കാരണം കണ്ണൂർ ജയിലുമായി ബന്ധപ്പെട്ട് നേരത്തെയും നിരവധി വിവാദങ്ങൾ ഉള്ളതാണ്. ജയിലിന് എപ്പോഴൊക്കെ റെയ്ഡ് നടത്തിയിട്ടുണ്ടോ അപ്പോഴൊക്കെ മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്, സിം കാർഡുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്, ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ യഥേഷ്ടം ഇവയെല്ലാം കയറ്റാൻ കഴിയുന്ന ജയിലാണെങ്കിലും അതൊരു ഗ്രാമപ്രദേശം പോലെ പ്രവർത്തിക്കുന്ന, സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന, എല്ലാ സൗകര്യവുമുള്ള ഒരു വാസസ്ഥലം എന്ന നിലയിലേക്ക് കണ്ണൂർ ജയിൽ മാറിയിട്ട് ഏറെക്കാലമായി എന്ന വിവാദങ്ങൾ, പരിശോധനാ റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു സമഗ്രമായ അന്വേഷണം കണ്ണൂർ ജയിലിൽ സാധ്യമാണോ എന്ന ചോദ്യത്തിനും ഉത്തരം ലഭിക്കേണ്ടതുണ്ട്.